ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഓഫീസ് ഡേ ഇൻ മൈ ലൈഫ് കാലിക്കറ്റിൽ നമ്മുടെ ഓഫീസിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ടൈം ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട്. ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. എന്നിട്ട് നമുക്ക് 9:30 ഓഫീസ് ടൈം. എന്നിട്ട് ഓഫീസിൽ കയറണം. പിന്നെ ഇന്നാണെങ്കിൽ കുറച്ച് മഴ വരാൻ പോണ പോലത്തെ ഒരു സമയമായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് എന്തായാലും കാണാം. സോ വീഡിയോയിലേക്ക് പോവാം. സോ അങ്ങനെ രാവിലെ തന്നെ വീഡിയോ എടുക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും നേരത്തെ എണീറ്റ് പുറത്തൊക്കെ വന്ന് കുറച്ച് നേരം ഇവിടെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇവിടെ നല്ലൊരു പീസ്ഫുൾ വൈബാണ്. ഭയങ്കര കാമായിട്ടുള്ള ഏരിയ ആണ്. ഭയങ്കര നോയ്സി അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവിടെ ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട്. ഞാൻ അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം കുളിച്ച് ഫ്രഷായി ഞാൻ അതേ ഓഫീസിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 35 മിനിറ്റ്സോളമാണ് അക്കോമഡേഷനും ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓട്ടോക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തും. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നായിരുന്നു. ഞാൻ മസാല ദോശ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്, വിച്ച് ഇസ് നോട്ട് ഗുഡ് ആക്ച്വലി. എനിക്ക് ഇവിടെ നിന്ന് മസാല ദോശ വെച്ചാൽ ഇഷ്ടപ്പെടുന്നതാണ്, പക്ഷേ ഇത് അത്ര ടേസ്റ്റി ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനാണെന്ന് തോന്നുന്നു ഓഫീസിൽ ഫസ്റ്റ് എത്തിയത്. ബോട്ടിലെല്ലാം ഫില്ല് ചെയ്ത് നേരെ വർക്ക് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഹായ്. സോ ഞാൻ അങ്ങനെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് വലിയ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ഒന്നുമില്ല. ഒരു നോർമൽ ഓക്കെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആണ്. അല്ലാതെ രാവിലെ തന്നെ നമുക്ക് തലേ ദിവസത്തെ എന്തെങ്കിലും പെൻഡിങ് വർക്കോ അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ മിക്കവാറും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ നേരത്തെ ആയതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 9:30 തന്നെ എല്ലാവരും വരും കേട്ടോ. എല്ലാവരും അങ്ങനെ എത്തി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കപ്പോൾ ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാറിന്ന് തന്നെ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിക്കറ്റ് കഫ്റ്റീരിയ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ ഞാനും യാക്കൂബ് സാറും പിന്നെ ദൗഫീഖും ഉണ്ട്. ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത്. എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അടിപൊളി ഷവായ കഴിക്കുന്നത്. ഇവിടുത്തെ മസാല ഷവായ സ്പെഷ്യൽ ആണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒന്നും ഇങ്ങനത്തെ ഞാൻ എന്താ പറയുക ഈ ഒരു ടേസ്റ്റിന് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയില്ല. അത്ര യമ്മിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ ഷവായുടെ കൂടെ കുബൂസ് ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ റൈസ് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇവിടുത്തെ വേറൊരു ടൈപ്പാണ് ഷവായ്ക്ക്, വേറൊരു മസാലയും. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സീരിയസ്ലി ഒന്നും കൂടെ കഴിക്കാൻ വേണ്ടി തോന്നും. അത്ര യമ്മിയായിട്ടുള്ള സാധനമായിരുന്നു. ഇവിടെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഒട്ടുമിക്ക സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകാറുള്ളതാണെങ്കിൽ കൂടി ഇങ്ങനത്തെ ഒരു ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു സംഭവം. നല്ല സ്പൈസി അടിപൊളിയായിട്ടുള്ള എന്താ ചെറിയൊരു പുളി എരിവ്, എന്താ നമുക്ക് മസാല ടേസ്റ്റ് പറയാൻ പറ്റില്ല, പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെയാണെന്നാണ് കേട്ടോ പറഞ്ഞേക്കണം. വൺ ഓഫ് ദി ഷവായ കിട്ടണയിൽ ഒരു മെയിൻ സെൻറ്റർ സ്പോട്ട് ഇവിടെ ഇതാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ലഞ്ച് കഴിക്കാനിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ബൈ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ആ ബില്ലിംഗ് ഏരിയയിൽ ഇതേപോലെ ബോക്സിൽ ഹൽവ കട്ട് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും തരും. അല്ലാതെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് നമുക്ക് പൊതുവെ ഹൽവ അറിയാലോ, നല്ല യമ്മിയാണ്. ഞാൻ ഷവായി കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ട് എനിക്ക് ഇത് കൂടുതൽ കഴിക്കാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ തോന്നിയില്ല. അത്ര എൻ്റെ വയറ് ഫില്ലായിരുന്നു അത് കഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വരും കേട്ടോ ഈ ഒരു കാലിക്കറ്റ് കഫ്റ്റീരിയ. ഈ സംഭവം വരുന്നത് നമുക്ക് ഒരു 5 മിനിറ്റേ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ള വർക്കും പെൻഡിങ് വർക്കും കാര്യങ്ങളൊക്കെ തീർത്തു. ഇപ്പോൾ ടൈം ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓരോരുത്തരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങണതിന് മുന്നേ നമുക്ക് വീഡിയോ കിട്ടണമല്ലോ. ഹായ് ഇല്ല ഹായ് ഹായ് ഹായ്. അശ്വിന ഹായ്. അപ്പോൾ അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാകും ഓഫീസിൽ നിന്ന് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ സെയിം ടൈമും തന്നെയായിരുന്നു ജ്യോതി മാമും ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ മാം പറഞ്ഞു മാം ഇന്ന് തന്നെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കണേണ്.
അപ്പോൾ പോണ വഴിയിൽ ഒരു കഫേ ഉണ്ടായിരുന്നു, ബ്രൗൺ ടൗൺ എന്ന് പറഞ്ഞ ബേക്കറി കം കഫേയാണ്. ഇവിടെ തന്നെ എല്ലാം ബേക്ക് ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറയണം. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഫുഡ് പിന്നെ വേറെ ലെവലായിരുന്നു, നല്ലതായിരുന്നു, കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് എന്താ മോളിൽ തന്നെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആംബിയൻസ് ഒക്കെ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ പാസ്തയും പിന്നെ ബർഗറും ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സംഭവങ്ങളൊക്കെ അതെ എല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല, ഓരോ സ്ഥലത്തും ഓരോരോ ഡിഫറെൻറ്റ് നെയിമിലായിരിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചപ്പോഴത്തേക്കും നേരെ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കയറിയപ്പോഴേക്കും മഴ നേരിയതായിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് വരാൻ നേരത്ത് കുടയൊക്കെ എടുക്കാൻ മറന്നുപോയൊരു സമയമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും എത്തി. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് അക്കോമഡേഷൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തി. ഹലോ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണേണ്. മാം അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് പോയി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ സ്റ്റേ. അവരൊക്കെ നാളെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഹോളിഡേ ആണ്. അപ്പോൾ എല്ലാവരും അവരുടെ വീട്ടിലേക്കൊക്കെ പോയേക്കുവാണ്. ഞാൻ എങ്ങനെ ഒരു ഡേ സർവൈവ് ചെയ്യുന്നൊന്നും അറിയില്ല, ബിക്കോസ് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ റൂമിൽ ആണെങ്കിൽ കൂടി ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ. ഇരുട്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. ഞാനിപ്പോൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ 2 ദിവസമായിട്ട് ഞാൻ സ്റ്റേ ഉണ്ടായിരുന്നത്. നമ്മുടെ സ്ഥലം എത്തി. ഓപ്പൺ ചെയ്യട്ടെ. ഹലോ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമെത്തി. ഇന്ന് ഞാൻ ഒറ്റക്കാണ് ഇവിടെ അക്കോമഡേഷനുള്ളത്. ഇവിടെ ഓൾറെഡി 3 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഓഫാണല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക്, ഒരാൾ പളനി പോണ്, ഒരാൾ എന്തോ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരാൾ വീട്ടിൽ പോകണം. അങ്ങനെ 3 പേരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്ട് ഇന്ന് സ്റ്റേ. എനിക്കാണ് നമ്മൾ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഇവിടെ തന്നെ അവർ 3 പേരും ഒരു റൂമിൽ, ഞാൻ ഈ ഒരു റൂമിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യാറില്ല, ലൈറ്റ് ഇട്ടിട്ട് തന്നെയാണ് കിടക്കുന്നത്. കാരണം എനിക്ക് ഇരുട്ട് കുറച്ച് പേടിയുള്ള ആളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. മെയിൻ ഡോറ്, പിന്നെ ഫ്രണ്ടിലൊരു റൂമുണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഇത് അവരുടെ റൂം, അവരുടെ 3 പേരുടെ റൂം. ഇത് വേറൊരു റൂം. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്, ഇവിടെയാണ്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ ഇങ്ങനെ കുറച്ച് ബെഡുണ്ട്, 3 ബെഡുണ്ട് കണ്ടോ. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനിയും നമ്മുടെ പുതിയ സ്റ്റാഫ്സ് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് അക്കോമഡേഷൻ. ഇവിടെ തൊട്ടടുത്ത് സാറും മാഡം ഒക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് നൈറ്റ് ഞാൻ ഒന്നാമത് വീട് വിട്ട് അങ്ങനെ നിന്നിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആണെങ്കിൽ ഞാൻ ഇരുട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ കുറച്ച് നമുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് നാളെ ഏതായാലും ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാലൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലൊക്കെ വിളിക്കും, വന്നിട്ട് വിളിച്ചിട്ടുണ്ടായ അക്കൂനൊക്കെ വിളിച്ച് വീട്ടിലൊക്കെ വിളിച്ചിട്ട് കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സമയം എന്തായാലും ആയിക്കോളും. അപ്പം ഞാൻ നാളെ പ്ലാൻ ചെയ്യുന്നത് ഏതായാലും നമുക്ക് കാലിക്കട്ട് വന്ന് അല്ലെങ്കിൽ ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ സാറാണെങ്കിലും മാമാണെങ്കിലും കുറച്ച് പ്ലേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്ലാനിങ് നാളെ വെളുപ്പിന് കോഴിക്കോട് ബീച്ചിൽ പോകണം. ദെൻ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് SM സ്ട്രീറ്റിൽ പോവാം, അതായത് മിഠായി സ്ട്രീറ്റിൽ നിന്ന് മിഠായി തെരുവിൽ പോവാം. ദെൻ അത് കുറച്ച് പ്ലാൻ ഇട്ടോ നാളെ എൻ്റെ ഒരു എന്താ പറയുക ഡേ ഔട്ട്, കാലിക്കറ്റ് ഡേ ഔട്ട് ഒറ്റയ്ക്കുള്ള. ഇവിടുത്തെ സ്ഥലങ്ങൾ വലിയ ഫെമിലിയർ അല്ല, എന്നാലും നമുക്ക് ചോദിച്ച് പോകാമല്ലോ. എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകണത്, ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ രാത്രിത്തെ കേസ് എല്ലാത്തപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ കുഴപ്പമില്ല. പക്ഷേ രാത്രിത്തെ കേസ് എനിക്ക് കുറച്ച് ഞാൻ അത്ര ഓക്കെ അല്ല. എന്നാലും നമ്മുടെ ഒരു 4 മിനിറ്റേ ഉള്ളൂ, സാറും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ പുറത്താണെങ്കിലും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ ഇവിടെ മുകളിൽ വേറൊരു ബാങ്കിൽ എന്തോ വർക്ക് ചെയ്യണവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. സോ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ഒന്നും പറയണ്ട, ഇന്നാണെങ്കിൽ കറണ്ട് പോക്കായിരുന്നു. 2 പ്രാവശ്യം കറണ്ട് പോയി. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പുറത്തിറങ്ങിയിരുന്നു, പിന്നത്തെ പ്രാവശ്യം ഞാൻ നോക്കി ക്യാൻറ്റീനിലെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഞാൻ പാസ്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കറണ്ട് പോയി. ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി. പിന്നെ അതേന് ഞാൻ വേഗം ഡിന്നറൊക്കെ കഴിച്ചിരുന്നത്. ഇങ്ങനെ ഇന്ന് വീണ്ടും കറണ്ട് പോയാൽ എനിക്കിനി വയ്യ. അപ്പോൾ വേഗം ബെറ്റർ കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം ഡിന്നറൊക്കെ വേഗം കഴിച്ചു. ഹലോ, അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റ്സും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ, ഗുഡ് നൈറ്റ്.